സെക്സ് അഡിക്ഷൻ എന്താണ്, അല്ലെങ്കിൽ ഏതൊക്കെ ആളുകൾക്കാണ് ഈ സെക്സ് അഡിക്ഷൻ വരിക? സെക്ഷൽ അഡിക്ഷൻ ആണിനും പെണ്ണിനും വരുന്നുണ്ട്. രണ്ട് കൂട്ടരും എൻ്റെ ക്ലിനിക്കിൽ സെക്ഷൽ അഡിക്ഷനായിട്ട് വരുന്നുണ്ട്. അതായത് എൻ്റെ ഇമോഷണൽ നീഡ് അനുസരിച്ചല്ല, ഞാൻ അറിയാതെ സെക്സിലേക്ക് എത്തപ്പെടുന്ന ഒരവസ്ഥ. ഞാൻ വേണ്ടെന്ന് വിചാരിച്ചിട്ട് പോലും ഞാൻ ചെയ്യുന്നു എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പല കാരണം കൊണ്ട് വരാം. നമ്മുടെ പാസ്റ്റ് ട്രോമകൾ, സെക്ഷൽ അബ്യൂസ്, സ്ത്രീകളിൽ കാണുന്ന സെക്ഷൽ അഡിക്ഷൻ്റെ ഒരു കാരണം പാസ്റ്റ് സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ട ഒരു അവസ്ഥ. കാരണം അന്നുണ്ടാക്കിയിട്ടുള്ള ഒരു പ്ലഷർ എപ്പോഴും വേണം എന്നൊരു ടെൻഡൻസി ചിലർക്ക് കാണിക്കാറുണ്ട്. ചില സൈക്കോളജിക്കൽ ഡിസോർഡർ ഉണ്ട്, സൈക്കോസിസ് പോലത്തെ അവസ്ഥയിൽ. പിന്നെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർക്ക് പിന്നെ ഹൈ ഹോർമോണൽ ചേഞ്ചസ് വരുന്ന സമയത്ത് അവർക്ക് തന്നെ അറിയില്ല. ചിലർ റീസെൻ്റായിട്ടൊരു ലേഡി എൻ്റെ അടുത്ത് വന്നത് ഒരു 40 വയസ്സായി. അതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല, നോർമലായിട്ട് വന്ന് ഭയങ്കരമായിട്ട് സെക്ഷൽ ഡിസയർ അവർക്ക് വരുന്നു. ഇങ്ങനെ അഡിക്ഷനായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺട്രോൾ ഇല്ലാതെ ഇമ്പൾസീവായിട്ടൊരു ബിഹേവിയർ കൂടി അതിൻ്റെ കൂടെ വരും. അതായത് എൻ്റെ നിയന്ത്രണത്തല്ലാതെ, എൻ്റെ മനസ്സിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഞാൻ എന്തോ അതിന് വിധേയമായിട്ട്, ഇത് ആണിനുണ്ട്, ആണുങ്ങളിലും നല്ല പോലെയുണ്ട്, സ്ത്രീകളിലുണ്ട്, രണ്ട് പേരിലും ഈക്വലി ആയിട്ട് വരുന്നുണ്ട് ഇങ്ങനൊരു അഡിക്ഷൻ വന്നതിൻ്റെ പിന്നാലെ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ റിസ്കി ബിഹേവിയർ. ഈ ബിഹേവിയറിൻ്റെ പിന്നിൽ ഒരു പെയിൻ എങ്ങനെയായാലും നമുക്ക് അനുഭവിക്കേണ്ടി വരും. അൺപ്രൊട്ടക്റ്റഡ്, സേഫ് അല്ലാത്തൊരു സെക്ഷൽ ആക്ടിവിറ്റി, ഗിൽട്ട് ഫീലിങ്ങിലേക്ക്, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക്, പിന്നീട് അത് ക്രിയേറ്റ് ചെയ്യുന്ന ഡിപ്രഷനിലേക്ക് വരെ എത്താൻ സാധ്യത കൂടുതലാണ്.